ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സിവിൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. എൻ്റെ വീഡിയോ വാട്ടർ അതോറിറ്റിക്കും ലെക്ചറർ ഗ്രേഡ് 1 റൂറൽ എഞ്ചിനീയറിംഗ് കേരള PCT എക്സാംസിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ 13th പാർട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഓക്കെ, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലേത്തിനെ പറ്റിയാണ്. ഓക്കെ, നമ്മൾ ലേത്ത് മെഷീൻ നമ്മൾ സാധാരണ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലേത്ത് മെഷീൻ വന്നിട്ട് നമുക്കൊരു വർക്ക് പീസ് കിട്ടുകയാണെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള ഷേപ്പ് സൈസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലേത്ത് മെഷീൻ യൂസ് ചെയ്യും. ഓക്കെ, ലേത്ത് മെഷീന് പല ടൈപ്പ് പേരുകളുണ്ട്. ഓക്കെ, എന്തൊക്കെ പേരാണ്? ഫസ്റ്റ് വന്നത് ലേത്ത് മെഷീനാണ്. ഓക്കെ, പിന്നെ അതിന് വിളിക്കുന്ന വേറൊരു പേര് ടേണിങ് മെഷീൻ എന്ന് വിളിക്കും. ഓക്കെ, പിന്നെ അതിന് വേറൊരു പേര് വിളിക്കും സെൻറ്റർ ലേത്ത് മെഷീൻ എന്ന് വിളിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് പീസ് വന്നിട്ട് ഹെഡ് സ്ട്രോക്കും ടെയിൽ സ്ട്രോക്കിനും ഇടയിലായിരിക്കും വയ്ക്കുന്നത്. അപ്പം അതിൻ്റെ സെൻറ്ററിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ദെയർഫോർ അതിന് പറയുന്ന പേരെന്താണ്? സെൻറ്റർ ലേത്ത് മെഷീൻ എന്ന് പറയും. ഓക്കെ, പിന്നെ എൻജിൻ ലേത്ത് എന്നും പറയും. ഓക്കെ, ലേത്ത് എന്തിനാണ് വൈഡ്ലി യൂസ്ഡ്? എപ്പോഴാണ്? ഒരുപാട് പഴയ സമയത്തൊക്കെ യൂസ് ചെയ്ത ടൂളാണ് ലേത്ത് മെഷീൻ പറയുന്നത്. ഓക്കെ, ഏറ്റവും പഴയ ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് മെഷീൻ ടൂളാണ് ലേത്ത്. മെയിൻ പാർട്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്, ഹെഡ് സ്ട്രോക്ക്, ടെയിൽ സ്ട്രോക്ക്, ക്യാരേജിൽ തന്നെ കുറച്ച് ടൈപ്സ് ഉണ്ട്, സാഡിൽ, ക്രോസ് സ്ലൈഡ്, കോമ്പൗണ്ട് റെസ്റ്റ്, ടൂൾ പോസ്റ്റ്, ഏപ്രോൺ, ലാസ്റ്റ് വന്നിട്ട് ഇലക്ട്രിക് ഡ്രൈവ്. ഓക്കെ, അപ്പം നമുക്ക് മെയിൻ പാർട്സിനെ പറ്റി ഉള്ള എക്സ്പ്ലനേഷൻ നോക്കാം. ഇതാണ് ഒരു ലേത്ത് മെഷീൻ. ഓക്കെ, ലേത്ത് മെഷീനിൽ ലെഫ്റ്റ് എൻഡിൽ കാണിക്കുന്നത് ഹെഡ് സ്ട്രോക്കാണ്, റൈറ്റ് എൻഡിൽ കാണിക്കുന്നത് ടെയിൽ സ്ട്രോക്കാണ്. ഓക്കെ, പിന്നെ ഹെഡ് സ്ട്രോക്കിൽ പ്രൈമറി കോമ്പോണൻ്റ് ആണ് സ്പിൻഡിൽ, പിന്നെ ചങ്കാണ് റൊട്ടേഷന് സഹായിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇപ്പം എന്തെങ്കിലും ഒരു വർക്ക് പീസ് വയ്ക്കുകയാണെങ്കിൽ ചങ്ക് വന്നിട്ട് റൊട്ടേഷന് സഹായിക്കും. ഓക്കെ, പിന്നെ ടൂൾ പോസ്റ്റ് വന്ന് ടൂൾ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ടൂൾ പോസ്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ കോമ്പൗണ്ട് റെസ്റ്റ്, ക്രോസ് സ്ലൈഡ്, സാഡിൽ, ഇതെല്ലാം വന്നിട്ട് നമ്മുടെ ക്യാരേജിൽ വരുന്ന കോമ്പോണൻസ് ആണ്. ഓക്കെ, എപ്രോണും ക്യാരേജിൽ വരും. ഓക്കെ, പിന്നെ നമ്മുടെ ലേത്തിലൊന്ന് 2 ലെഗുണ്ട്. ഓക്കെ, ലെഫ്റ്റ് എൻഡിലും കാണും, റൈറ്റ് എൻഡിലും കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലേത്തിൽ ബെഡായിരിക്കും. ബെഡ് വന്നിട്ട് നല്ല മാസീവ് റിജിഡ് കോമ്പണൻ്റ് ആയിരിക്കും. ഓക്കെ, അതിലായിരിക്കും വന്നിട്ട് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ടെയിൽ സ്ട്രോക്കിൽ ഹാൻഡ് വീലുണ്ട്, അതുപോലെ ക്വില്ല് കാണും. ഓക്കെ, ടെയിൽ സ്ട്രോക്കിൽ അതാണ് പ്രൈമറി കോമ്പണൻ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് സ്ട്രോക്കിൽ പ്രൈമറി കോമ്പണൻ്റ് വന്നിട്ട് സ്പിൻഡിലായിരിക്കും. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് ബെഡ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ് സ്ട്രോക്കും ടെയിൽ സ്ട്രോക്കും പിന്നെ ക്യാരേജും 3 റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന പാർട്ടാണ് ബെഡ് വന്നിട്ട് ആക്ച്വലി ഫൗണ്ടേഷനാണ്, ബേസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ. നമ്മുടെ സാധാരണ ഫൗണ്ടേഷൻ എന്തായിരിക്കും? ബേസ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ലേത്തിൽ ബെഡ് വന്നിട്ട് ബേസ് ഓർ ഫൗണ്ടേഷൻ ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് സിംഗിൾ കാസ്റ്റിംഗ് മാസീവ് ഓർ റിജിഡ് കോമ്പോണൻറ്റ്. ഓക്കെ, പിന്നെ ഇറ്റ് ഈസ് സപ്പോർട്ടിങ് കോമ്പോണൻറ്റ്. അത് നമ്മുടെ ഈ മെഷീൻ ടൂളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ബെഡ്. ഓക്കെ, ഹെഡ് സ്ട്രോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റവും ലെഫ്റ്റ് എൻഡിൽ ഉള്ള ഒരു സംഭവമാണ് ഹെഡ് സ്ട്രോക്ക്. ഓക്കെ, അത് വന്നിട്ട് പെർമനൻ്റ്ലി ഫിക്സ്ഡ് ആയിരിക്കും, എപ്പോഴും അവിടെ തന്നെ കാണും. ഓക്കെ, പിന്നെ പ്രൈമറി വർക്കിംഗ് യൂണിറ്റ് ഓഫ് ലേത്ത് ഈസ് സ്പിൻഡിൽ. ഓക്കെ, പ്രൈമറി വർക്കിംഗ് യൂണിറ്റ് വന്ന് സ്പിൻഡിലാണ്. പിന്നെ വർക്ക് പീസ് വന്നിട്ട് ചങ്കിലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ലൈവ് സെൻറ്റർ ഇൻക്ലൂഡഡ് ആംഗിൾ വന്നിട്ട് 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, പിന്നെ ഇതിന് എത്ര ടൈപ്സ് ഉണ്ട്? 3-4 ടൈപ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ 2 ജോസ് കാണും, 3 ജോസ് കാണും, 4 ജോസ് കാണും. ഓക്കെ, ഈ ഫിഗറിൽ കാണുന്നത് 4 ജോസ് ഉള്ള ഹെഡ് സ്ട്രോക്കാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് വന്നിട്ട് ടെയിൽ സ്ട്രോക്ക് കാണാം. ടെയിൽ സ്ട്രോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെയിൽ സ്ട്രോക്ക് ഈസ് യൂസ് ടു സപ്പോർട്ട് ആൻഡ് ഹോൾഡ് ലോങ് വർക്ക് പീസ് ആൻഡ് ടു ഹോൾഡ് ലൈക്ക് ഡ്രില്ലിങ്, ബോറിംഗ്, റീമിങ്. ഇപ്പോൾ നല്ല വലിയ വർക്ക് പീസാണെന്ന് വെച്ചോ, ലോങ് ആയിട്ടുള്ള വർക്ക് പീസ് ആണെങ്കിൽ
നമ്മുടെ ടെയിൽ സ്ട്രോക്കും ഹെഡ് സ്ട്രോക്കും ടെയിൽ സ്ട്രോക്കും രണ്ടും ഹോൾഡ് ചെയ്യും. പിന്നെ ടെയിൽ സ്ട്രോക്കിൽ വന്നിട്ട് ടൂൾ ഹോൾഡ് ചെയ്യാനും പിന്നെ ഡ്രില്ലിങ്, ബോറിങ്, റീമിങ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ടെയിൽ സ്ട്രോക്ക് യൂസ് ചെയ്യും. ഓക്കെ, ടെയിൽ സ്ട്രോക്ക് വന്നിട്ട് 2 പാർട്സ് ഉണ്ട്. ലോവർ പാർട്സും ഉണ്ട് പിന്നെ അപ്പർ പാർട്സും ഉണ്ട്. ഓക്കെ, ലോവർ പാർട്സിൽ മൂവ്സ് ഓൺ ദ വേസ് ഓഫ് ബെഡാണ്. ഓക്കെ, മൂവ്സ് ഓൺ ദ വേസ് ഓഫ് ബെഡ്. പക്ഷേ അപ്പർ പാർട്ട് മൂവ്സ് ഫോർ ആംഗുലർ ഇൻക്ലിനേഷൻ ആയിരിക്കും. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോവർ പാർട്ട് മൂവ്സ് ഓൺ ദ വേസ്, മീൻസ് ബെഡിൽ ആ വേസ് ഉണ്ടല്ലോ, ആ സ്ലോട്ട് അതിൽ കൂടെ മൂവ് ചെയ്യാനാണ് ലോവർ പാർട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അപ്പർ പാർട്ട് വന്നിട്ട് ചെറിയൊരു ഇൻക്ലിനേഷനിൽ മൂവ് ചെയ്യും. ഓക്കെ, അതിനാണ് പറയുന്നത് അപ്പർ പാർട്ട്. ഓക്കെ, പിന്നെ സിലിണ്ടറിക്കൽ ഹോളോ സെക്ഷൻ എന്ന് പറയുന്നതാണ് ക്വില്ല്. ക്വില്ല് വന്നിട്ട് നമ്മുടെ ഹെഡ് സ്ട്രോക്കിന് ഈക്വലൻ്റ്, മീൻസ് സ്പിൻഡിൽ, ടെയിൽ സ്ട്രോക്കിൻ്റെ സ്പിൻഡിലാണെന്ന് വേണമെങ്കിൽ പറയാം. മീൻസ് ഹെഡ് സ്ട്രോക്കിൽ സ്പിൻഡിലാണെങ്കിൽ ടെയിൽ സ്ട്രോക്കിൻ്റെ സ്പിൻഡിൽ ഏതായിരിക്കും? ക്വില്ലായിരിക്കും. ഓക്കെ, ഇതാണ് ഒരു ടെയിൽ സ്ട്രോക്ക്. Carriage it is a movable part along the waist of bed to hold the tool and get the fed motion. കറക്റ്റ് ആയിട്ടുള്ള മോഷനും പിന്നെ ആ ഒരു സബ്സ്റ്റൻസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവബിൾ പാർട്ടായിരിക്കും. ഓക്കെ, ടൂൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് കാരേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാരേജിൽ ടൂൾ പോസ്റ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൂൾ പോസ്റ്റ് യൂസ് ചെയ്യുന്നത്, ടു ഫിക്സ് ടൂൾ. ഓക്കെ, പിന്നെ വന്നിട്ട് ക്രോസ് സ്ലൈഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഗെറ്റ് ക്രോസ് ഫെഡ്. ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലേത്ത് ആക്സിസ്. ലേത്ത് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആണ് ക്രോസ് സ്ലൈഡ് വരുന്നത്. ഓക്കെ, അടുത്തത് വന്നിട്ട് കോമൺ ഡ്രസ് ഇതിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഗിവ്സ് ടർണിങ് ഓപ്പറേഷൻ ഇൻ എ പർട്ടിക്കുലർ ഇൻക്ലിനേഷൻ. ചെറിയൊരു ഇൻക്ലിനേഷനിൽ ടർണിങ് ഓപ്പറേഷൻ കൊടുക്കുന്നതിന് ആ ഒരു എക്യുപ്മെൻ്റ് പറയുന്നതാണ് കോമ്പൗണ്ട് റെസ്റ്റ്. ഓക്കെ, ഏപ്രോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഹാങ്ങിങ് ഫ്രണ്ട് പോർഷൻ കോമ്പോണൻറ്റ് ഓഫ് കാരേജ്. കാരേജിൻ്റെ ഹാങ്ങിങ് മീൻസ് ഹാങ് ചെയ്ത് കിടക്കുന്ന ആ ഒരു ഫ്രണ്ടിൽ ഹാങ് ചെയ്ത് കിടക്കുന്ന ആ ഒരു പോർഷന് പറയുന്ന പേരാണ് ഏപ്രോൺ. ഓക്കെ, ഇലക്ട്രിക് ഡ്രൈവ് 2 ടൈപ്പ് ഉണ്ട്. മെയിൻ ഡ്രൈവ് ഉണ്ട്, അത് വന്ന് സ്പിൻഡിൽ റൊട്ടേഷന് ഹെൽപ്പ് ചെയ്യും. പിന്നെ വന്ന് ഫീഡ് ഡ്രൈവ് വന്ന് ടൂൾ മൂവ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സർഫേസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റൊട്ടേറ്റ്സ് ദ ടൂൾ ഫെഡ് പാരലൽ ടു ദി ആക്സിസ്, ലേത്ത് ഓർ സ്പിൻഡിൽ, സിലിണ്ട്രിക്കൽ. ഓക്കെ, സിലിണ്ട്രിക്കലായിട്ട് ഇത് ആണ് നമ്മുടെ വർക്ക് പീസ്. റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സിലിണ്ട്രിക്കലായിരിക്കും. റൊട്ടേറ്റ് ചെയ്യല്ല, അത് പെർപെൻഡിക്കുലർ ആയിട്ട് ആണ് ടൂൾ ഫെഡ് ചെയ്യുന്നെങ്കിൽ അത് ഫ്ലാറ്റ് സർഫേസ് ആയിട്ടായിരിക്കും. ഓക്കെ, ലേത്ത് ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടേണിങ്, ഫേസിങ്, ഡ്രില്ലിങ് ആൻഡ് റീമിങ്, ബോറിങ്, നർലിങ്, മില്ലിങ്, ഗ്രൈൻഡിങ്. ഓക്കെ, ഇത്രയാണ് ലേത്ത് ഓപ്പറേഷൻസ്. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് ടേണിങ് ആണിത്. ഓക്കെ, ഇപ്പം ആ ഹെഡ് സ്ട്രോക്കിൽ വർക്ക് പീസ് ടേൺ ചെയ്തിട്ടാണ് അതിലുള്ള കുറച്ച് ഭാഗം സ്റ്റിപ്സ് എടുത്ത് മാറ്റുന്നത്. ഓക്കെ, ഈ ഒരു ജിഫിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അടുത്തിട്ട് ഫേസിങ് ഈസ് ഡൺ ഫോർ സ്മൂത്ത് സർഫേസിങ്. ഓക്കെ, ഉണ്ട് സ്മൂത്ത് സർഫേസിങ്. ഫസ്റ്റ് ആ ഒരു മീൻസ് ഫ്രണ്ടിൽ ആ ഒരു പാർട്ടിൽ സ്മൂത്ത് സർഫേസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് മാത്രം ഉള്ള ചിപ്സ് എല്ലാം എടുക്കും. അതിനാണ് പറയുന്നത് ഫേസിങ്. അടുത്തതൊന്ന് ഡ്രില്ലിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കിംഗ് ആൻ എക്സ്ട്രാ ഹോളാണ് ഡ്രില്ലിങ്. ഓക്കെ, മീൻസ് ഇപ്പോൾ ആ ഒരു വർക്ക് പീസിൽ ഹോൾ ഇല്ലെങ്കിൽ നമുക്കൊരു ഹോൾ എക്സ്ട്രാ മേക്ക് ചെയ്യാം, അതിന് പറയുന്നതാണ് ഡ്രില്ലിങ്. ഓക്കെ, ഇതാണ് ഡ്രില്ലിങ്. ചങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പം ഡ്രിൽ ചങ്ക് എന്ത് ചെയ്യും? ഡ്രിൽ ചെയ്ത് എടുക്കും. ഓക്കെ, റീമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രില്ലിങ് ഹോൾ ഈസ് മെഷീനൈസ്ഡ്. ഓക്കെ, ഓർ ഫിനിഷിങ് ഓഫ് ഡ്രിൽഡ് ഹോൾ കുറച്ചുകൂടെ നന്നായിട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയാണ് റീമിങ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് റീമിങ്. ബോറിങ് എന്താണെന്ന് വെച്ചാൽ ഈസ് ഡൺ ടു ഇൻക്രീസ് ദി ഹോൾ സൈസ്. ഓക്കെ, എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ബോറിങ്. ഓക്കെ, ആക്ച്വലി നമ്മുടെ ഡ്രിൽഡ് ഹോൾ ഉണ്ടല്ലോ, ആ ഹോളിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുക, അതിന് ആണ് നമ്മൾ ബോറിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
നർലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ക്രിയേറ്റ് റഫ്നെസ് ഓൺ പ്ലാസ്റ്റിക് ഡിഫോംഡ് മെറ്റീരിയൽ. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഡിഫോംഡ് മെറ്റീരിയൽ നമ്മൾ റഫായിട്ട് എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അതേപടി അതിൽ തന്നെ കാണും. അപ്പം ദെയർഫോർ പ്ലാസ്റ്റിക് ഡിഫോംഡ് മെറ്റീരിയൽ ആണെങ്കിൽ നർലിംഗ് വെച്ച് നമുക്ക് റഫ്നെസ് അതിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, പലതരം ഡിസൈൻസ് നമുക്ക് അതിൽ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും നർലിംഗ്. ഇതാണ് നർലിംഗ്. എന്താ പ്ലാസ്റ്റിക് ഡിഫോംഡ് മെറ്റീരിയലിൽ ആ പ്രിൻ്റ് ചെയ്യുന്ന മെഷീൻ വന്നിട്ട് ഇതിൽ പ്രസ് ചെയ്യുമ്പം ഇതിൽ ആ റഫ്നെസ് കൊടുക്കും. ഇതാണ് നർലിംഗ്. മില്ലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ക്രിയേറ്റ് എ ഫ്ലാറ്റ് സർഫേസ് ഓഫ് സ്മോൾ വർക്ക്സ്. ഈ ലേത്തിൽ വന്നിട്ട് മില്ലിംഗ് ചെയ്യുന്നത് ചെറിയ വർക്ക്സിന് മാത്രമാണ്. ഓക്കെ, സോ മില്ലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് സ്മൂത്ത് സർഫസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മില്ലിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് മില്ലിംഗ് വർക്ക്. ഓക്കെ, ഗ്രൈൻഡിങ് എന്താണ്? ഗ്രൈൻഡിങ് സാധാരണ നമ്മൾ ഗ്രൈൻഡിങ് മെഷീൻ വെച്ച് മാവ് ആട്ടുമല്ലോ, ആ മെഷീനിൽ വന്നിട്ട് ചെറുതായിട്ട് മീൻസ് നമ്മൾ ആർക്കെങ്കിലും അത് കൊണ്ടുപോയി ഷാർപ്നെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ അവർ വന്നിട്ട് അതിൽ കുറേ ചെറിയ കുറേ ചെറിയ മാർക്സ് കൊടുത്തു കഴിയുമ്പം പിന്നീട് നമ്മൾ മാവ് ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ച് പെട്ടെന്നായിരിക്കും അത് ഗ്രൈൻഡ് ചെയ്ത് കിട്ടുന്നത്. സോ ആ ഒരു മെത്തേഡ് പറയുന്നതാണ് ഗ്രൈൻഡിങ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ റബ്ബർ, മില്ലിംഗ് ഓപ്പറേഷൻ, ഗ്രൈൻഡിങ് ഇതിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.